വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പേരിലും ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് സാബുവിനും, ബിജു, ഉണ്ണികൃഷ്ണൻ, ജോർജ്, അവരുടെ ഫാമിലി എല്ലാവർക്കും മഹേഷ് സാറ് സമയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ സമയത്തിൻ്റെ ഏറ്റവും വലിയ കെടുതി ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ഒരു ജോലി വെച്ചുകൊണ്ട് സമയവുമായിട്ടാണ് ഞങ്ങളൊരു മത്സരം. അതുകൊണ്ട് അത് പലപ്പോഴും കുമളിക്കാരുടെ ഭാഷ തന്നെ പറയുന്നത് അങ്ങനെയാണ്, മരിച്ചാലും 5 മണിക്ക് ശവം കൊടുക്കണമെന്ന് പറയുന്നൊരു ചൊല്ലുണ്ട്. ആ ഒരു അവസ്ഥയിലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ഒരു ഡെഡ് ലൈൻ ജോലിക്കുണ്ട്. അപ്പോൾ ആ ഡെഡ് ലൈൻ ഉള്ളതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാം അങ്ങനെ തന്നെ പോകേണ്ട ഒരവസ്ഥ. രണ്ടാമതൊരു പ്രശ്നം, പലപ്പോഴും ആഘോഷങ്ങളും മറ്റുള്ള ചടങ്ങുകളെല്ലാം മാറ്റിവെക്കേണ്ടി വരുന്നൊരു ഗതികേട് കൂടിയുണ്ട്. കാരണം നമുക്കൊരു അസൈൻമെന്റ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആളില്ല, ഇന്നത്തെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്നലെ രാത്രി 8:30 വരെ ഞാൻ ഫുൾ ഡേ ഇന്ന് ലീവാണ്. പക്ഷേ 8:30 കഴിഞ്ഞപ്പോൾ വേറൊരാൾക്കൊരു അസൈൻമെന്റ് വന്നു, അയാൾക്ക് പോകണം. അതുകൊണ്ട് ഇന്നെനിക്ക് പോകേണ്ട അവസ്ഥയായി. അപ്പോൾ എപ്പോഴും അത് കുടുംബത്തിലുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ വളരെ വലുതാണ്. പിന്നെ മഹേഷ് മാഷ് ഇവിടെ അധ്യാപകനായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെയാണ് സാറിനെ അരൂരിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് തോന്നുന്നു. അതെ, അരൂര് ഞാനിതിൽ പഠിപ്പിച്ചിരിക്കുമ്പോൾ സാറിനെ കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിന്റെ ഈ ശാസ്ത്രത്തോടുള്ള അമിതമായ ആഭിമുഖ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കുമ്പളങ്ങി സ്വദേശിയായ ആൽബി എന്ന് പറഞ്ഞൊരാളുണ്ട്. ആൽബി APJ അബ്ദുൽ കലാം, നമ്മുടെ പഴയ രാഷ്ട്രപതിയുടെ ആത്മകഥ അഗ്നിച്ചിറകുകൾ എന്ന പേരിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ കുമ്പളങ്ങിക്കാരനാണ്. നിങ്ങൾക്ക് എത്ര പേർ അറിവുണ്ടെന്ന് എനിക്കറിയൂടാ. അപ്പോൾ ഈ ആൽബിയിലെ ശാസ്ത്രബോധം വളരെ ശക്തമാക്കിയത്, അല്ലെങ്കിൽ ആ ഒരു ആഭിമുഖ്യം ഉണ്ടാക്കിയത്, എനിക്ക് തോന്നുന്നത് സാറിന്റെ ശിഷ്യ പരമ്പരയില് അത് ഏറ്റവും നന്നായിട്ട് വിനിയോഗിച്ച ആള് ഈ ആൽബിയാണ്. അത് ആൽബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റില് വളരെ നന്നായിട്ട് അവതരിപ്പിക്കാറുണ്ട്. അതുപോലെ സാറ് എന്ത് സാർ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൽബി ഇപ്പോ പട്ടാമ്പിയില, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ് കുടുംബസമേതം താമസിക്കുന്നത്. എന്നാലും കുമ്പളങ്ങിൽ ഇടക്കിടക്ക് വരാറുണ്ട്. അപ്പോ ഇതേപോലെയുള്ള ഒരു കൂടിച്ചേരല് ഞങ്ങളുടെ എന്റെ ഒക്കെ അടക്കമുള്ള ഒരു മുൻകൈയില് നടത്തുവാനായിട്ട്, ഞങ്ങളുടെ അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ കുറവ് വിലയിരുത്തുമ്പോഴാണ് നിങ്ങളുടെ ഈ വളരെ വലിയ ഒരു മഹത്തായിട്ടുള്ള ഈ ഒരു സംരംഭത്തെ വിലയിരുത്തേണ്ടത്. അതിലെ വാക്കുകൾ കൊണ്ടല്ല നന്ദി പറയേണ്ടത്. അത് സാർ പറഞ്ഞതുപോലെ വളരെ മൗനമായിട്ട് മനസ്സിൽ അതെന്നും ഓർത്തുകൊണ്ടിരിക്കുക. കാരണം ഒരു കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരികിലൂടെ, കടത്തുതോണികളിൽ ആളക്കയറ്റും കല്ലുതുക്കുകളിലൂടെ, തനിച്ചു വരും താരണ്യമേ എനിക്കുള്ള പ്രതിഫലമാണോ എന്ത് നാണം നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നോ, നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നോ, മതിലേഖ ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്
ചീരി തൂകും മാനത്തിൻ മുറ്റത്ത് താരക സുന്ദരി നിന്നു. നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. ആദിവസന്ത സ്മൃതികൾ പൂവിടും ഏതോ ശാഖികളിൽ. ആദിവസന്ത സ്മൃതികൾ പൂവിടും ഏതോ ശാഖികളിൽ പാടും കുയിലേ പാടും കുയിലേ എനിക്കു നീയൊരു വേദന തൻ കനി തന്നു. വെറുമൊരു വേദന തൻ കനി തന്നു. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രുകുടീരം ഞാൻ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർത്തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൺപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമ